യ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആനി ബിജു. ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ. ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രായേലിൽ. മുംബൈയിൽ മേരി മാതാ സാക്കിനാക്ക ഇടവകയാണ് എൻ്റെ ഇടവക. എൻ്റെ സാക്ഷ്യം ഇത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് 4ാമത്തെ പ്രാവശ്യമാണ്. അതിന് എനിക്കൊരു യോഗ്യതയില്ല. എൻ്റെ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എന്നെ തിരഞ്ഞെടുത്തതിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2020 ജനുവരി 28 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് 2019 ഞാനിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു യൂട്യൂബിലൂടെ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു വന്നു. പക്ഷേ വന്നു പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. പിന്നെ എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റിയില്ല. എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് 2020 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട്, അന്ന് വൈകുന്നേരമാണ് ഉടമ്പടി എടുക്കുന്നത് എങ്കിലും എനിക്ക് രാവിലെ സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഇടയാക്കി. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ കൂടുതലായി എനിക്ക് മാതാവ് തന്നത് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒക്കെ മടിയുണ്ടായിരുന്നതാണ്. അതുപോലെ പ്രാർത്ഥന, ബൈബിൾ വായന, ഇതെല്ലാം ഒത്തിരി ദൈവസ്നേഹത്തോടുകൂടി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ എല്ലാ വർഷവും വരുമ്പോഴും എനിക്ക് ഒരു സാക്ഷ്യം എനിക്ക് മാതാവ് തരും, പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ കയറി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം എനിക്കുണ്ടായ ഒരു വലിയ അത്ഭുതം, എൻ്റെ മാതാവിൻ്റെ സംരക്ഷണമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ജോലിയിൽ എനിക്ക് എല്ലാ സൺഡേയിലും ആർക്കും അങ്ങനെ അവിടെ ദിവ്യബലിയിലൊന്നും പോകാൻ അങ്ങനെ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റും എല്ലാ സൺഡേയിലും. അങ്ങനെ ഞാനൊരു സൺഡേയിൽ ദിവ്യബലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്നിറങ്ങി ഇങ്ങനെ വരണം. അപ്പോൾ അവിടെ അങ്ങനെ വാഹനങ്ങളൊന്നും അങ്ങനെ വരുന്ന ഒരു ഏരിയ അല്ല. അപ്പം ഞാൻ കുന്നിറങ്ങി വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് സ്തോത്ര കാഴ്ചയ്ക്കുള്ള കാശ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ബാഗിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ വന്ന് എൻ്റെ പുറത്ത് വന്ന് ഇടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മതിൽക്കെട്ട് പോലെ എനിക്കൊരു കോട്ട നിർമ്മിച്ചേക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് മാതാവ് ചിറക് വിരിച്ച് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വീണ്ടും അതിനുശേഷം ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന ഒരു ടെമ്പോ വാനാണ് എന്നെ വന്ന് ഇടിച്ച്. പക്ഷേ നമ്മളിങ്ങനെ അറിയാണ്ട് ഒരാൾ നിൽക്കുമ്പോൾ വന്ന് കൈ കൊണ്ട് ഇങ്ങനെ തള്ളിയാൽ പോലും നമ്മളിങ്ങനെ കാല് വെച്ച് പോകും. പക്ഷേ എനിക്ക് അങ്ങനെ പോലും പറ്റില്ല. ഞാൻ ആ നിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എന്നാണ് അത്ഭുതം, എൻ്റെ മാതാവേ, ഞാൻ എവിടെ പോയാലും എൻ്റെ മാതാവേ ഈശോയും കൂട്ടി എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ എവിടെ പോയാലും അതിൻ്റെ ഇത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ട് തിരിച്ചു വരുമ്പം എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് ശരിക്കും എന്നെ വണ്ടി ഇടിച്ചാണോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം ഇങ്ങനെ വന്നു. അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഇടിച്ച സ്ഥലത്ത് തന്നെ ശക്തമായിട്ട് വേദന ഉണ്ടാകാൻ തുടങ്ങി. അതെന്നെ ദൈവം അറിയിക്കുമായിരുന്നു എന്നെ ശരിക്കും വണ്ടി ഇടിച്ചു എന്നുള്ളത്. ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണം ഞാൻ സംശയിച്ചതിന്. എൻ്റെ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഇതെൻ്റെ പപ്പായ്ക്ക് 2 വർഷം മുമ്പ് ഓക്സിജൻ ലെവൽ തീരെ കുറഞ്ഞിട്ട് 50 ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. പപ്പായി അന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു, ശ്വാസം എടുക്കാനൊക്കെ. പപ്പ ICUലായിരുന്നു. അപ്പം എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അന്നേരം പപ്പായ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തു. CPAP ഒക്കെ കൊടുത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഏറ്റവും ഉള്ള അനിയത്തി സിസ്റ്ററാണ്. അവൾ ഫ്രാൻസിലാണ്. അവിടെ ഇരുന്നുകൊണ്ടും ഞാൻ എൻ്റെ സ്ഥലത്ത് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ടും മറ്റ് 2 പേരും അവരായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്തുള്ള അനിയത്തി എന്നും രാവിലെയും വൈകിട്ടും പപ്പായൊക്കെ കാണാനായിട്ട് ICU കയറുമ്പോൾ പപ്പയുടെ നെറ്റിക്ക് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ ദിവസം തന്നെ പപ്പായെ ICUയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. 5 ദിവസം ICU കിടക്കണമെന്ന് പറഞ്ഞ് ആണ് പപ്പായെ. പക്ഷേ 5ാമത്തെ ദിവസം പപ്പ വീട്ടിൽ വന്നു. അതിനുശേഷം പപ്പായ്ക്ക്
വയറ്റിൽ വേദനയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ CT സ്കാനൊക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് പപ്പായ്ക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണെന്ന്. അങ്ങനെ അത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. പിന്നെ അതിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പായ്ക്ക് പല അസുഖങ്ങളുള്ളത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആശങ്കയായിരുന്നു സർജറി ചെയ്യണോ വേണ്ട എന്ന്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മൊത്തം തീരുമാനം എടുക്കാനായിട്ട് മാതാവ് സഹായിച്ചു. ഞങ്ങളങ്ങനെ സർജറി ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു. പപ്പായുടെ ക്യാൻസറിൻ്റെ മാറ്റി തരുന്നതിനായിട്ട് പ്രാർത്ഥിച്ച് വെച്ചിരുന്ന ഉടമ്പടിയിലെ നിയോഗം, അതിൻ്റെ ഫലമായിട്ട് പപ്പായ്ക്ക് പരിപൂർണമായിട്ട് സൗഖ്യമായി. ഇപ്പോൾ പപ്പ മരുന്നൊന്നും കഴിക്കുന്നില്ല. പപ്പായ്ക്ക് നടന്നൊന്നും പോകാനോ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തടുത്ത് പപ്പ ഇന്ന് എൻ്റെ കൂടെ വന്നു. ഈ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരണം, എനിക്ക് കുറേ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, ഞാൻ ബുധനാഴ്ച കൃപാസനത്തിൽ പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും വരുന്നുണ്ട്, എനിക്കും കുറേ നേരം മാതാവിൻ്റെ അടുക്കയിരുന്ന് നന്ദി പറയണം, പ്രാർത്ഥിക്കണമെന്ന്. പപ്പായെ ഇവിടെ കൊണ്ടുവരാൻ അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ രോഗസൗഖ്യം തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന മോൻ്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് 2 വർഷമായിട്ട് അവൾ ജോലിക്ക് പലയിടത്തും നോക്കുന്നുണ്ടായിരുന്നു, ശരിയാകുന്നുണ്ടായില്ല. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ ജോലി ലഭിച്ചു. അവൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇസ്രയേലിൽ അഖണ്ഡ ജപമാല ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചു. ഞങ്ങൾ 10 പേര് ചേർന്ന് അഖണ്ഡ ജപമാല ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാലത്ത് 5 മണിക്ക് മുന്നേ എഴുന്നേൽക്കും. 1 മണിക്കൂർ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ജപമാലയും ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും 1 മണിക്കൂർ ഞങ്ങൾക്ക് 10 പേർക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനും ഉടമ്പടി സായന പ്രാർത്ഥനയെ ചൊല്ലി ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ഒക്ടോബറിൽ 1 മാസം മൊത്തം ഞങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ദിവസം 1001 ജപമാല ചൊല്ലി 1001 നന്മ അറിഞ്ഞറിമ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ജോലി സമയത്ത് ഞങ്ങൾ ഒഴിവ് കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരും മുറിയാണ്ട് തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വെളുപ്പിനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എൻ്റെ മൊബൈൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത്, കാരണം ഞങ്ങൾ ഇസ്രയേലിൽ പല സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ വാട്സപ്പ് വഴിയാണ് ഞങ്ങൾ ഈ രാവിലെ വിളിച്ച് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ മൊബൈലിൽ കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എനിക്ക് വന്ന്. ഞാനിങ്ങനെ എവിടെയാണെന്ന് നോക്കി വന്നപ്പോൾ ഞങ്ങൾ ആ മൊബൈലിലാണല്ലോ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ശക്തമായിട്ടുള്ള ആ സുഗന്ധം വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് എപ്പോഴും ഉണ്ടെന്നുള്ളത്. അതുപോലെ ഞങ്ങളാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ്, ഞാനിതിൽ എഴുതിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു പുതിയ വാഹനം ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു. നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും രോഗങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആണെങ്കിലും മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും എൻ്റെ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദനിച്ചെങ്കിൽ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയെ എനിക്ക് ദൈവം തന്നു. ഇപ്പം ഈ നോയമ്പ് കാലത്ത് ഞങ്ങൾക്ക് അവിടെ ദിവ്യബലിയൊന്നും എന്നും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോയമ്പ് കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ കാലത്തും വൈകുന്നേരവും ദിവ്യബലിയുണ്ട്. അത് 2 നേരവും എനിക്ക് പങ്കെടുക്കാനായിട്ട് ഒരു മടിയും കൂടാതെ എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഒത്തിരി മടിയായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ആ മടിയെല്ലാം മാറി ദൈവസ്നേഹത്തോടു കൂടിയായിരുന്നുകൊണ്ട് ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയൊന്നും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യും. പിന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട്.
പിന്നെ അനാഥാലയത്തിലൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. എല്ലാത്തിനേക്കാളുപരിയായി ദൈവസ്നേഹത്തിലായിരിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്